പ്രിയപ്പെട്ടവരെ, എന്താണ് കുമ്പസാരം എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ദൈവത്തിന് നമ്മളോടുള്ള മനോഭാവമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ദൈവം നമ്മളോടെടുക്കുന്ന ഒരു മനോഭാവം? പലപ്പോഴും നമ്മുടെ മനസ്സിൽ പിശാച് തരുന്ന ഒരു ചിന്തയാണ്, ഞാനൊരു തെറ്റ് ചെയ്താൽ, ഞാനൊരു പാപം ചെയ്താൽ ദൈവം എന്നെ വെറുക്കുന്നു, എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെ ദൈവത്തിന് എന്നോട് വലിയ താല്പര്യമില്ല. ഇത് മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, അവൻ്റെ ചിന്താഗതിയിൽ നിന്ന് രൂപം കൊണ്ട ഒരു കാര്യത്തിൽ നിന്നാണ് അവൻ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ മൂത്തവൻ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നവനാണ്, ഇളയവൻ പറയുന്നതൊന്നും അനുസരിക്കാത്തവനാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടം ആരോടായിരിക്കും? മൂത്തവനോടായിരിക്കും. ഇളയവനോട് താല്പര്യം കാണിയില്ല. നമ്മളുടെ ഈ മനോഭാവം വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ വിലയിരുത്തുന്നത്. ഞാനൊരു തെറ്റ് ചെയ്താൽ ദൈവത്തിന് ഞാൻ അസ്വീകാര്യനായി തീരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇത് ശരിയാണോ? ശരിയാണോ? ശരിയല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിന് നമ്മോടുള്ള മനോഭാവം, ദൈവത്തിന് നമ്മോടുള്ള മനോഭാവം, നീ എത്ര വലിയ പാപിയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ വീഴ്ചകൾ വന്നാലും, ഇതാ പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കുക. ദൈവത്തിൻ്റെ മകനും മകളുമാണ് നമ്മൾ എന്നുള്ളതിനാൽ ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയ അനേകം സൽപ്രവൃത്തികളുണ്ട്. എന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഉള്ള വലിയ ബോധ്യത്തിൽ ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മെ ഒരിക്കലും നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തെ നശിപ്പിച്ച് പാപിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനോഭാവമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭീകരവാദികൾ ഇന്ത്യയിലെ ഒരു വിമാനം റാഞ്ചിക്കൊണ്ട് പോവുക എന്ന് വിചാരിക്കുക. വിമാനം തട്ടിക്കൊണ്ടുപോയി. ഇതാ ഒരു 100-300 യാത്രക്കാരുമായി, ഇന്ത്യൻ പൗരന്മാരുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ബോംബെയിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഭീകരവാദികൾ എന്ത് ചെയ്തു? റാഞ്ചിക്കൊണ്ടുപോയി മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അവർ പറയുകയാണ്, വിമാനത്തിനകത്ത് 10ഓളം ഭീകരരുണ്ടെന്ന് വിചാരിക്കുക, ആയുധധാരികളായി ഭീകരരുണ്ട്. ഞങ്ങൾ ഈ ഇന്ത്യൻ പൗരന്മാരെ മുഴുവൻ നശിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പ്രതിഫലം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ ഗവൺമെൻറ് എന്നാ പിന്നെ അത്രയ്ക്കായോ, എന്നാ പിന്നെ നമ്മുടെ മുഴുവൻ മിസൈലും എടുത്ത് എന്ത് ചെയ്യുക, ആ ഫ്ലൈറ്റ് അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞേക്കാൻ നിമിഷ നേരം കൊണ്ട് ചിലപ്പം ഇന്ത്യയുടെ സൈന്യത്തിന് സാധിക്കും. പക്ഷെ ചെയ്യുമോ? രാജ്യം ചെയ്യുമോ? ഇല്ല. കാര്യം എന്താണ്? ആ വിമാനത്തിനകത്തിരിക്കുന്ന 300 പൗരന്മാരും അവരുടെ ജീവനും ഈ രാജ്യത്തിന് വിലയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇത് അവരുടെ ധാരണയിലാകുന്നില്ലെങ്കിൽ പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് അവരെ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നീട് ചെയ്യുന്നത് ഇതാ ഇന്ത്യ കമാൻഡോ ഓപ്പറേഷൻ നടത്തും. ഈ കമാൻഡോ ഓപ്പറേഷനിൽ കമാൻഡോകൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പരിശീലനം എന്താണെന്നറിയാമോ? ഇതാ പൗരന്മാർക്ക് യാതൊരാപത്തും, ഒരാൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ വിമാനത്തിലുള്ള മുഴുവൻ പൗരന്മാരെയും സുരക്ഷിതരാക്കും. ഇത് തന്നെയാണ് സ്വർഗത്തിൻ്റെ നിയമവും എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ വീഴ്ചകളുണ്ടെങ്കിലും, എന്തുമാത്രം വലിയ പ്രതിസന്ധികളിലൂടെയാണ്, ബലഹീനതകളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും, പാപത്തെ നശിപ്പിച്ച് പാപിയെ സ്വന്തമാക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ അജണ്ട എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് കുമ്പസാരം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. പാപമോചനത്തിനു വേണ്ടി ദൈവം നൽകുന്ന കൂദാശ. ഓരോ കുമ്പസാരത്തിലും ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവുമാണ് ഓരോ കുമ്പസാരത്തിലൂടെയും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് എത്ര വലിയ വീഴ്ചകൾ ഉണ്ടായാലും, എത്ര മാരകമായ പാപങ്ങൾക്ക് നാം അടിമപ്പെട്ടാലും, ഇതാ കർത്താവിൻ്റെ മുമ്പിൽ, എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പശ്ചാത്താപത്തോടെ, ഹൃദയത്തിൽ നിന്നുള്ള അനുതാപത്തോടെ നാം അനുതപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമ്മോട് കരുണ കാണിക്കാൻ തയ്യാറാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ പ്രിയപ്പെട്ടവരെ,
ക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ക്രിസ്തുവിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ. ഒന്ന് കരുണയും 2 നീതിയുമാണ്. ഈ ഭൂമിയിൽ വെച്ച് കരുണ വെളിപ്പെടുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് നീതിയാണെന്ന് നമ്മൾ ഓർക്കണം. ഓരോ മനുഷ്യനെയും നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, മോർ ഫീലക്സിനോസ് ബാവായ്ക്കുണ്ടായ സ്വർഗ നരക ദർശനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കാലം ചെയ്ത മലയക്കുരിശിലെ ഫിനഹാസ് റംബാച്ചൻ സുറിയാനി ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാകുമായിരിക്കാം. കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകുമായിരിക്കും. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത് മോർ ഫീലക്സിനോസ് ബാവ എന്ന് പറയുന്ന ഈ പിതാവിന് ഉണ്ടായ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉണ്ടായ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അന്ത്യകാലത്ത് ന്യായവിധിയുടെ സമയത്ത് സംഭവിക്കുന്നത് ഒരു സിനിമ കാണിക്കും കർത്താവ്. ബിഗ് സ്ക്രീനിൽ, ഡിജിറ്റൽ സൗണ്ടിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നായകനും വില്ലനും ഒക്കെ ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വന്തം സിനിമ കർത്താവ് കാണിക്കും. പ്രിയപ്പെട്ടവരെ, ചെറുപ്പകാലം മുതൽ നമ്മൾ ചെയ്തത്, ഇതാ ഇരുട്ടറയ്ക്കുള്ളിലിരുന്ന് ആരും എന്നെ കാണുന്നില്ല, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത രഹസ്യ പാപങ്ങൾ തൊട്ട് ഇതാ നമ്മുടെ ജീവിതത്തിൽ വന്ന ഓരോ വീഴ്ചകൾ വരെ അന്ന് ഈ ബിഗ് സ്ക്രീനിൽ കർത്താവ് കാണിക്കും. ഈ സിനിമ കാണുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ആദാം മുതൽ ഇങ്ങോട്ട് ഉള്ള കംപ്ലീറ്റ് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സിനിമ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭർത്താവ് ഉണ്ടാകും, ഭാര്യ ഉണ്ടാകും, അപ്പനുണ്ടാകും, അമ്മയുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും, കൂടെ പഠിച്ചവരുണ്ടാകും, ഇടവകയിലെ വികാരിയച്ഛനുണ്ടാവും, മെത്രാനച്ഛനുണ്ടാവും. കംപ്ലീറ്റ് ആളുകളുടെ മുമ്പിൽ വെച്ചാണ് സിനിമ കാണിക്കുന്നത്. ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ആ സീനൊന്ന് ആലോചിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ മാത്രമല്ല കാണിക്കുന്നത്, എൻ്റെയും കാണിക്കും കേട്ടോ. ഞാനിവിടെ വെച്ച് മൈക്കൊക്കെ വെച്ച് പ്രസംഗിക്കുന്നുവെങ്കിലും ഇതാ എൻ്റെയും കംപ്ലീറ്റ് എന്ത് ചെയ്യും? അവിടെ സിനിമയിൽ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും, ഇപ്പം നിൽക്കുന്ന സ്ഥലം തുറന്ന് താഴേക്ക് വല്ലതും പോകാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും ഇതിലും ഭേദമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധന് വെളിപ്പെടുത്തി കൊടുത്തൊരു സംഭവം. എന്നാൽ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ചില ഭാഗത്ത് വരുമ്പം ഇതാ ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ കാസറ്റ് ഇട്ട് സിനിമ കാണുമ്പോൾ ചില ഭാഗത്ത് ഈ ചില സ്ക്രീനിൽ ചില വെട്ടൽ പോലെ വരും. പ്രിയപ്പെട്ടവർ, എന്ന് പറഞ്ഞതുപോലെ ചില സ്ഥലത്ത് വരുമ്പം ആ വ്യക്തിയുടെ ചില ജീവിതത്തിലെ ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വിശുദ്ധൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവേ ആ ഭാഗം കാണാൻ പറ്റാത്തത്? അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇതാണ്, അതവൻ ഭൂമിയിൽ വെച്ച് ഇതാ കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ പാപങ്ങളാണ്. അവൻ ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഓർക്കുകയില്ല. ഇതുകൊണ്ടാണ് മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇതാ കുമ്പസാരിച്ച് ഏറ്റുപറയുന്ന പാപങ്ങൾ അവിടുന്ന് ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയുന്നു എന്നാണ് പറയുന്നത്. സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കുന്നു എന്ന് പറയുകയാണ്. പിന്നീട് ഒരിക്കലും ഓർക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ കരുണയാണ് കാണുന്നത്. ആത്മാർത്ഥമായ അനുതാപത്തോടെ നമ്മളൊരു നല്ല കുമ്പസാരം നടത്തിയാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വെച്ച് എത്ര വലിയ വീഴ്ചകളാണ് നമുക്കുണ്ടായതെങ്കിലും, എത്ര വലിയ മാരകമായ പാപങ്ങളാണ് ഉണ്ടായതെങ്കിലും, ഇതാ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുന്ന ഒരു സമയമാണിതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരത്തിൻ്റെ കീഴിലാണ് ഈ ഭൂമിയിലെന്ന് നാം തിരിച്ചറിയുക. ഇതുകൊണ്ടാണ് പരിശുദ്ധ സഭ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. സഭ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞങ്ങളോട് കരുണയായിരിക്കണമേ. മോറാൻ എസ്രാഹാം മേലൈൻ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിൻ്റെ കരുണയുടെ കരത്തിൻ്റെ കീഴിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇതുകൊണ്ടാണ് നമ്മൾ കാസായും പീലാസായും പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ ഒരു പുരോഹിതൻ നടത്തുന്ന പ്രാർത്ഥനയുണ്ട്, ഇതാ നിൻ്റെ തിരുമുമ്പാകം മുഖപ്രസന്നതയോടെ നിൽക്കുവാൻ യോഗ്യത ലഭിക്കേണ്ടതിന് ഇതാ ഈ കൂദാശകൾ ഞങ്ങൾക്ക് കാരണമായി തീരണം. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ നീതിയുടെ സിംഹാസനത്തിന് മുമ്പിൽ മുഖപ്രസന്നതയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ
ഇതാ ഈ കരുണയുടെ കരത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഈ കുമ്പസാരം എന്ന കൂദാശയെ വേണ്ടത്ര യോഗ്യതയോടെ സ്വീകരിക്കുവാനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ മോചിക്കപ്പെടാൻ ഒരു പുരോഹിതൻ്റെ അടുക്കൽ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ആളുകളൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വന്നിട്ടുള്ള ചില സംശയമായിരിക്കാം. എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ മോചിക്കപ്പെടാൻ ഞാനൊരു പുരോഹിതൻ്റെ അടുക്കൽ തന്നെ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈ ലോകത്തിൽ എത്രയോ രാജ്യങ്ങളാണുള്ളത്. ഓരോ രാജ്യങ്ങളും നയിക്കപ്പെടുന്നത് ആ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ടാകും, ഒരു നിയമം ഉണ്ടാകും. ആ നിയമത്തിനനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നാം ആയിരിക്കുന്ന സഭയിൽ ഇതാ ഒരു പുരോഹിതൻ്റെ മുമ്പിൽ കുമ്പസാരം നടത്തിയാണ് നിനക്ക് പാപമോചനമെന്ന് ഈ സഭ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചാനലിലൂടെ ആയിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് പുരോഹിതൻ്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾക്ക് മോചനം നേടുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഇനി ഏതെങ്കിലും ഒരു പുരോഹിതൻ ആ പുരോഹിതൻ്റെ സ്വന്തം ശക്തി കൊണ്ടാണോ നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്നത്? നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എന്ത് ചെയ്യും, വാട്ടർ ടാങ്ക് വെക്കും അല്ലേ? 5000-ൻ്റെ 10,000-ൻ്റെ 25,000-ൻ്റെ ഒക്കെ വാട്ടർ ടാങ്ക് വെക്കും. ഈ വാട്ടർ ടാങ്കിലേക്കാണ് നമ്മൾ കുഴൽ കിണറിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പൺ വെല്ലിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം അടിച്ചിടുന്നത്. ആ വാട്ടർ ടാങ്കിൽ നിന്ന് ടാപ്പ് ഓരോ മുറിയിലേക്കും ബാത്റൂമിലേക്കും വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് കുളിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നാൽ പിന്നെ വാട്ടർ ടാങ്കിൽ ഇറങ്ങി കുളിച്ചേക്കാം എന്ന് വിചാരിച്ച് നേരെ മേളിൽ പോയി ടാങ്കിലേക്ക് ചാടുവാണോ ചെയ്യുന്നത്? അല്ല, മറിച്ച് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ടാപ്പ് തുറക്കും. ആ ടാങ്കിലുള്ള അതേ വെള്ളം ടാപ്പിലൂടെ എന്ത് ചെയ്യുന്നു? വരുന്നു. പ്രിയപ്പെട്ടവരെയും, യേശു ക്രിസ്തു കാൽവരി കുരിശിൽ ബലിയായി തീർന്ന് മനുഷ്യൻ്റെ പാപത്തെ മോചിപ്പിച്ചു. ആ പാപമോചനത്തിലൂടെ ക്രിസ്തുവിൻ്റെ സഹന മരണ ഉദ്ധാനത്തിലൂടെ ലഭിച്ച കൃപയാണ് ഇന്ന് സഭയിലെ ഓരോ കൂദാശകളിലൂടെയും ഒഴുകിയിറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, സഭ ഒരു വാട്ടർ ടാങ്കാണെന്ന് വിചാരിക്കുക. ഇതാ അതിൽ നിന്ന് ഓരോ കൂദാശകളിലൂടെ പൗരോഹിത്യത്തിലൂടെ അത് നമ്മളിലേക്ക് നിറയുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ ബലിയുടെ യോഗ്യതയാണ് പാപമോചനം എന്ന് പറയുന്നത്. ഇനി ഇത് ലഭിച്ചിരിക്കുന്ന പുരോഹിതൻ്റെ മേന്മയല്ല, ഞങ്ങളുടെ ആരുടെയും മേന്മയല്ല നിങ്ങൾക്ക് നൽകുന്ന പാപമോചനം. അതിപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഈ ഇരിക്കുന്ന ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്, എന്നാൽ പിന്നെ ചേട്ടന് ഇച്ചിരി കൂടുതൽ പാപമോചനം കൊടുത്തേക്കാന്ന് വിചാരിച്ച് നമ്മൾ മോട്ടർ പിടിപ്പിച്ചിട്ടില്ല. നമ്മൾ ഈ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്ന പോലെ ചേട്ടനൊരു 75% പാപമോചനം, അടുത്തിരിക്കുന്ന ചേട്ടന് പരിചയമില്ല, അതുകൊണ്ട് ഒരു 50% പാപമോചനം. ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്കൊരു പ്രയോജനമില്ല. കാരണം എനിക്കിപ്പോൾ എൻ്റെ തലയ്ക്ക് വെച്ച് പറയാൻ പറ്റുമോ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളും ക്ഷമിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് കുമ്പസാരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റൊരു പുരോഹിതൻ്റെ അടുക്കൽ പോയി എൻ്റെ പാപങ്ങളെ ഏറ്റുപറയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, കുമ്പസാരം പാപത്തെ മോചിപ്പിച്ച് പാപിയെ സ്വന്തമാക്കുന്ന കൂദാശയാണ്. ഇതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-19 തിരുവചനം നമുക്കൊന്ന് വായിച്ചേക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. കുമ്പസാരം എന്ന് പറയുന്നത് ഒരു റിക്കൺസിലിയേഷൻ്റെ കൂദാശയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ഒരു രമ്യതയുടെ കൂദാശ. അടുത്തത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചെമ്മപ്പാണെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അടുത്തത്, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അവ രക്തവർണ്ണമെങ്കിലും എത്ര മാരകമാണെങ്കിലും എന്ത് ചെയ്യും? കമ്പിളി പോലെ വെളുക്കും. എന്നിട്ട് പറയുകയാണ്, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ കൂദാശയിലൂടെ നമ്മളുടെ പാപങ്ങൾ മോചിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മോചിപ്പിക്കുന്നത്. എങ്ങനെയാണ് നല്ലൊരു വിശുദ്ധ കുമ്പസാരം നടത്തേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ കൂദാശയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും മനഃപൂർവ്വമായി പാപങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കാതിരിക്കുക. അതായത് കള്ളക്കുമ്പസാരം നടത്താതിരിക്കുക. മനഃപൂർവ്വമായി പാപങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കാതിരിക്കുക. സഭ പറയുന്നത് ഇതാ, ഇങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ഏറ്റു പറയുന്ന പാപങ്ങൾക്ക് കൂടി മോചനം ലഭിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ മനഃപൂർവ്വമായ ഒരു പാപം മറച്ചു വെച്ച് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്ന പാപങ്ങൾക്ക് കൂടി മോചനം ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ടാണ്
അനേക നാളുകളായി നമ്മൾ കുമ്പസാരിക്കുന്നു. നമ്മൾ സാധാരണ കുമ്പസാരിക്കുന്നത് എങ്ങനെയാണ്? അച്ഛന് കേട്ടാൽ കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള പാപമുണ്ട്, പിന്നെ നമുക്ക് പറഞ്ഞാൽ കുറച്ച് മാന്യതയുള്ള പാപമുണ്ട്, നമുക്കറിയാം നമ്മുടെ ഡിഗ്നിറ്റിക്ക് ചേരുന്ന കുറച്ച് പാപമുണ്ട്. അഗാധങ്ങളിൽ ചീഞ്ഞളഞ്ഞു കിടക്കുന്ന പാപങ്ങൾ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിടക്കുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത്. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്, നിങ്ങൾക്കൊരു രോഗമുണ്ട്, പറയാൻ പറ്റാത്ത സ്ഥലത്തെ രോഗം എന്ന് വിചാരിക്കുക. നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഈ കാര്യം മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ രോഗവിവരം പറയുമോ? ഇല്ല. കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന രോഗം മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കുമ്പസാരക്കൂട്ടിൽ ഇതാ ക്രിസ്തു ഒരു വൈദ്യൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു വൈദ്യനാണ് ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളുടെ പാപരോഗങ്ങളെ സുഖപ്പെടുത്താൻ അവിടുന്ന് കുമ്പസാരക്കൂട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ വീഴ്ചകളെയും മറച്ചു വയ്ക്കാതെ കുമ്പസാരിക്കുക. അപ്പോൾ നല്ല കുമ്പസാരത്തിന് ഒരുക്കമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കള്ളക്കുമ്പസാരം നടത്താതിരിക്കുക, മനഃപൂർവ്വമായി പാപങ്ങളെ മറച്ചു വെച്ച് കുമ്പസാരിക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപമാണ്. ഇതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അനന്യാസിനെയും സഫീറായെയും കുറിച്ച്. അനന്യാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു, ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പു നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റുകിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്കുകേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണു മരിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെയും, അനന്യാസും സഫീറായും, നമുക്കറിയാം ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതിയവർ. അപ്പോൾ അവരെല്ലാം ഒരു വീട്ടിലിപ്പോൾ കുറച്ച് കപ്പയുണ്ടെങ്കിൽ അത് അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവരും, കുറച്ച് പേരുടെ പണം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും, കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും. അപ്പോസ്തലന്മാരാണ് അതില്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നത്? വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെയായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ അനന്യാസും സഫീറായും തങ്ങളുടെ പറമ്പ് വിറ്റത് ഇത് മുഴുവൻ തുകയാണെന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ അടുക്ക് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ എൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുമ്പസാരിക്കും. പക്ഷേ എന്ത് ചെയ്യും? പകുതി മറച്ചു വെച്ച് നമ്മൾ കുമ്പസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് മുഴുവൻ തുകയാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ പത്രോസ് ചോദിച്ചൊരു ചോദ്യം, പത്രോസിന് ആത്മാവിൽ ഇത് മനസ്സിലായിട്ട് പത്രോസ് ചോദിക്കുകയാണ്, പറമ്പ് നിൻ്റെതായിരുന്നില്ലേ? വിറ്റ് കിട്ടിയ തുകയും നിൻ്റെ കയ്യിലായിരുന്നില്ലേ? പിന്നെ നീ എന്തിനാണ് ഇത് മുഴുവനാണെന്ന് പറഞ്ഞ്, ഞാൻ ദേ പറമ്പ് വിറ്റു, പകുതി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിനക്ക് ചെയ്യാമായിരുന്നില്ലേ? നീ മുഴുവനാണെന്ന് പറഞ്ഞ് നീ എന്തുകൊണ്ട് എന്നെ വഞ്ചിച്ചു എന്നല്ല പത്രോസ് ചോദിച്ചത്, മറിച്ച് എന്താണ്? നീ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു കുമ്പസാരം നടത്തുകയാണ്. ഞാൻ എൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പകുതി പാപങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് ആ പുരോഹിതനെ അല്ല, മറിച്ച് ആരെയാണ്? പരിശുദ്ധാത്മാവിനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പാപങ്ങളെ മറച്ചു വെച്ച് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? കുമ്പസാരിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, നല്ല കുമ്പസാരം നടത്താനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അതേതാണെന്നറിയാവോ? നല്ല കുമ്പസാരം നടത്താനായിട്ട് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. മട്ടൻ ബിരിയാണി വിളമ്പി വെച്ചിരിക്കുക, പക്ഷെ വിശപ്പില്ലെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് വേണ്ട ഏറ്റവും മിനിമം വേണ്ട കാര്യം എന്താണ്? വിശപ്പുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് കുമ്പസാരിക്കാൻ അങ്ങ് തോന്നുന്നില്ല അച്ഛാ, കുമ്പസാരിച്ച് ചെയ്യുമ്പോൾ എനിക്ക് പാപങ്ങളൊന്നും അങ്ങ് ഓർമ്മ വരുന്നില്ല. നല്ല കുമ്പസാരം നടത്താനായിട്ട് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അനുതാപമാണ്. അനുതാപമില്ലെങ്കിൽ ആർക്കും കുമ്പസാരിക്കാൻ പറ്റത്തില്ല. യെശയ്യാ 66:2, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ അനുതാപം എന്ന സംഗതിയാണ് കുമ്പസാരം നടത്താനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുതാപം ഉണ്ടെങ്കിലേ കുമ്പസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു പാപിയാണ് കർത്താവേ, അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. ഇതാ ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് മാത്രമേ, അനുതാപമുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ നല്ല കുമ്പസാരം നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ
13-ാമത്തെ വചനം പറയുകയാണ്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് എന്തുണ്ടാവുകയില്ല? ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ എന്ത് ചെയ്യും? കരുണ ലഭിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവ കരുണ കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന എല്ലാ പാപങ്ങളും ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ ഏറ്റു പറയാനായിട്ട് നമ്മൾ തയ്യാറാകണം. കൊച്ചു നാൾ മുതലുള്ള പാപങ്ങൾ അത് ഓർമ്മപ്പെടുത്തി തരാൻ വേണ്ടി പറയണം, അത് എഴുതി വെക്കണം. നിങ്ങൾ നല്ല കുമ്പസാരം നടത്താനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, രണ്ടാമത്തേത്, ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യരുത്? കുമ്പസാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന് പറയുന്നത് ഞാനൊരു പാപിയാണ് എന്ന് സമർത്ഥിക്കുന്ന, ഞാനൊരു പാപിയാണെന്ന് സ്ഥാപിക്കുന്ന സ്ഥലമാണ്. നമ്മൾ നമ്മുടെ പാപം പറയുക, ഒരിക്കലും മറ്റൊരു വ്യക്തിയെ തെറ്റുകാരനാക്കി നമ്മൾ പറയാതിരിക്കുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുമ്പസാരത്തിലേക്ക് വരുമ്പം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ജീവിതാന്തസ്സ് വെളിപ്പെടുത്തി നിങ്ങൾ കുമ്പസാരിക്കുക. അപ്പോൾ നല്ല കുമ്പസാരം നടത്താനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, പാപങ്ങൾ മറച്ചു വെക്കാതെ എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. രണ്ടാമത്തേത് എന്താണ് ഞാൻ പറഞ്ഞത്? ആരെയും കുറ്റപ്പെടുത്താതെ നമ്മൾ കുമ്പസാരിക്കണം, മറ്റാരെയും പ്രതിയാക്കാതെ നമ്മൾ കുമ്പസാരിക്കുക. മൂന്നാമത്തേതാണ് ജീവിത അന്തസ്സ് വെളിപ്പെടുത്തി കുമ്പസാരിക്കുക. അതായത് ജീവിത അന്തസ്സ് എന്ന് പറഞ്ഞാൽ പേരും വീട്ടുപേരും സ്ഥലവും ഒന്നും അല്ല പറയേണ്ടത്, അതൊരിക്കലും പറയരുത് കുമ്പസാരത്തിൽ. മറിച്ച് എന്താണ്? ഞാൻ ഇപ്പോൾ ഒരു അധ്യാപകനാണ്, ഞാനൊരു അധ്യാപകനാണെന്ന് പറയണം. ഞാനൊരു മദ്ബഹായിലെ ശുശ്രൂഷകനാണ്, ഞാനിപ്പോൾ കുമ്പസാരിക്കും, ഞാനൊരു സന്യാസ വൈദികനാണ് എന്ന് പറഞ്ഞ് കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ ആരംഭിച്ചു, എന്നെ ആരും നിർബന്ധിച്ചതല്ല, ഞാൻ സ്വയം ഏറ്റെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ജീവിതാന്തസ്സിനനുസരിച്ച് ജീവിക്കണം. ഞാൻ ചെയ്യുന്ന ആ പാപത്തിന് ഗൗരവമുണ്ട്. ഞാനൊരു പുരോഹിതനാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾ ചെയ്യുന്ന അതേ പാപം ഞാൻ ചെയ്താൽ ഞാൻ ചെയ്യുന്ന തെറ്റിന് ഗൗരവം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതാന്തസ്സ് വെളിപ്പെടുത്തുക എന്ന് കരുതി പേരും വീട്ടുപേരും അല്ല പറയേണ്ടത്, സ്ഥലവും അല്ല പറയേണ്ടത്. ഞാനൊരു നേഴ്സാണ്, ഞാനൊരു അധ്യാപികയാണ്, ഞാൻ ഒരു അവിവാഹിതനാണ്, അല്ലെങ്കിൽ ഞാനൊരു വിവാഹിതനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിതാന്തസ്സ് വെളിപ്പെടുത്തി വേണം നമ്മൾ കുമ്പസാരിക്കാനായിട്ട്. ഒരിക്കൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപം പിന്നെ ഏറ്റുപറയേണ്ട ആവശ്യമുണ്ടോ? ഇതിങ്ങനെ മനസ്സിൽ കിടക്കായിരിക്കും. ചിലരെന്താണെന്നറിയോ, ഒരിക്കൽ കുമ്പസാരത്തിൽ ഏറ്റു പറയും, എല്ലാ കുമ്പസാരത്തിലും എല്ലാ ധ്യാനത്തിലും ഇത് ഏറ്റു പറയും. ഒരു കാരണവശാലും പറയരുത്. അത് നിങ്ങൾ ദൈവത്തിൻ്റെ പാപക്ഷമയെ സംശയിക്കുന്നതാണ്, ക്രിസ്തുവിൻ്റെ പാപക്ഷമയെ സംശയിക്കുന്നതാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ സംശയിക്കാതെ വേണം ചോദിക്കാൻ. ഇതാ സംശയിച്ച് കാറ്റിലിളകി മറയുന്ന കടൽ തിരയ്ക്ക് തുല്യമാകരുത് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സംശയിക്കാതെ വേണം ചോദിക്കാനായിട്ട്. സംശയിച്ചാൽ നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. വിശ്വാസത്തിലാണ് എല്ലാ കൃപകളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപം പിന്നീട് ഏറ്റുപറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ ചിലർക്കുള്ളൊരു സംശയമാണ്, ഈ പണ്ട് കാലത്ത് ചില നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട്, നേർച്ച. അപ്പോൾ ഇതൊന്നും നിറവേറ്റിയിട്ടില്ല, അപ്പോൾ അത് ഇനി എന്തായിട്ട് ചെയ്യും? നേർച്ച കടമായിട്ട് കിടക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുമെന്നറിയില്ല, നമ്മൾ നേർച്ചക്കടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കാൻ പുരോഹിതന്മാർക്ക് അധികാരമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, വചനം പറയുന്നതാണ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കണം. ലേവ്യ പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 8 തൊട്ടുള്ള വചനം ഒന്ന് വായിക്കാം. നിന്റെ മൂല്യനിർണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ. 27-ാം അധ്യായം പറയുന്നത് തന്നെ നേർച്ചകളെ കുറിച്ചാണ്. അപ്പൊ നീ ഒരു നേർച്ച തേർന്നു, അതനുസരിച്ച് നിനക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നീ ഒരു നേർച്ച നേർന്നു, പക്ഷെ പിന്നീട് നിനക്ക് അത് കൊടുക്കാൻ പറ്റാത്തത് നീ ദരിദ്രനായിപ്പോയി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് വായിച്ചു. പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം. അവൻ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാകണം. എന്നിട്ട് പുരോഹിതൻ അവന്റെ വില നിശ്ചയിക്കട്ടെ. പുരോഹിതൻ അവന്റെ വില നിശ്ചയിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, നേർന്നവന്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ. അപ്പൊ നേർന്നവൻ ഇപ്പൊ എന്ത് കൊടുക്കാൻ പറ്റും? അവന്റെ ഇപ്പോഴത്തെ കഴിവിനനുസരിച്ച് പുരോഹിതൻ എന്ത് ചെയ്യും? അതിന് വില നിശ്ചയിക്കും. അപ്പൊ അതുകൊണ്ട് നേർച്ച കടങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പുരോഹിതന്റെ അടുക്കൽ വന്ന് പറയണം. എന്ത് ചെയ്യും? പുരോഹിതൻ നിശ്ചയിക്കുന്നത് അത് വില നിശ്ചയിക്കട്ടെ എന്നാണ് വചനം പറയുക. പിന്നെ പ്രിയപ്പെട്ടവർ, നമുക്ക് പുരോഹിതന്മാരുടെ അടുക്കൽ കുമ്പസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ അനേകം വാർത്തകൾ പൗരോഹിത്യത്തിനെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഇതിൽ സത്യമാണോ ശരിയാണോ എന്ന് പോലും അറിയാതെ നമ്മളുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇതിനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യമാണോ എന്നറിയാം. നമുക്കറിയാം, ഇന്ന് ആർക്കും ചെളിവാരി എറിയാനും ആർക്കും അപകീർത്തിപ്പെടുത്താനും പറ്റുന്ന ആളുകളാണ് പുരോഹിതന്മാർ. കാരണം ആളുകൾ ഇടപെടുന്ന അതേ സ്റ്റാൻഡേർഡിൽ പുരോഹിതന്മാർക്ക് ഇടപെടാൻ പറ്റത്തില്ലല്ലോ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിഞ്ഞോണം, ഇന്ന് പിശാചിൻ്റെ വലിയ ഗൂഢതന്ത്രമാണ് ഈ പൗരോഹിത്യത്തെ അടിച്ചമർത്താനും തരം താഴ്ത്തി കാഴ്ത്താനും വേണ്ടി ഇന്ന് പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇടയനെ അടിച്ച് ആടുകളെ ചിതറിക്കുക. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ ശക്തി ഇന്ന് ക്രിസ്ത്യാനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിലും പിശാചിന് തിരിച്ചറിയാൻ പറ്റും. ഇടയനെ അടിച്ചാൽ ആടുകളെ ചിതറിക്കാൻ സാധിക്കുമെന്ന് പിശാചിന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പൗരോഹിത്യത്തെ കൂട്ടമായി ആക്രമിച്ച് സഭയെ തകർക്കുക എന്നുള്ളതാണ് ഇന്ന് പിശാചിൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, യൂറോപ്പ് മുഴുവൻ ഇന്ന് തകർന്നു പോകാൻ കാരണം പൗരോഹിത്യത്തോട് ജനത്തിനുള്ള വിശ്വാസ്യതയെ തകർത്ത് കളഞ്ഞാണ് പിശാച് എന്ത് ചെയ്തത്? സഭയെ അവിടെ നിലംപരിശാക്കിയത്. അതുകൊണ്ട് ഇത് പിശാചിൻ്റെ ഗൂഢതന്ത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, കുമ്പസാര രഹസ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളായി തീർന്ന പുരോഹിതന്മാരുണ്ടായ സഭയിലാണ് നാം ജീവിക്കുന്നത്. ഞങ്ങളെയൊക്കെ പൗരോഹിത്യം നൽകുമ്പം അഭിനന്ദ പിതാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നെ ഷമ്മാശന്മാരുടെ നിരയിൽ നിന്നും കാശീശോ സ്ഥാനത്തേക്ക് വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ ബലിപീഠത്തിന് മുമ്പിൽ ഒരു പ്രധാനാചാര്യൻ്റെ മടിയിൽ വെച്ച് ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ, ഇതാ എന്ന് ഈ കുമ്പസാര രഹസ്യം നീ വെളിപ്പെടുത്തുന്നുവോ അന്ന് നിൻ്റെ ആത്മാവിൽ നിന്ന് ഈ നൽവരം ഉരിയപ്പെട്ടതായിരിക്കുമെന്നാണ് പറയുന്നത്. പലപ്പോഴും ഞങ്ങളൊക്കെ ഞെരുങ്ങാറുണ്ട് ചില കുമ്പസാര രഹസ്യങ്ങൾ കേട്ട്. കാരണം ഇത് ആരോടും പങ്കുവെക്കാൻ പറ്റിയല്ല. ആ വേദന നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് സത്യത്തിൽ നമുക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോലും ഇതാരോടും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത, ഒരു പക്ഷേ ചില കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം. ആ പ്രശ്നം നമുക്കറിയായിരിക്കാം. ഒരുപക്ഷെ ഭാര്യ വന്ന് കുമ്പസാരിച്ചു, ഭർത്താവ് വന്ന് കുമ്പസാരിച്ചു, ഇതിലെ സൊല്യൂഷൻ നമുക്കറിയാം. പക്ഷേ ഇത് പങ്കുവയ്ക്കാൻ പറ്റാതെ, ഇത് പറയാൻ പറ്റാതെ ഇതിൻ്റെ അടുത്ത് കിടന്ന് നമ്മൾ ഞെരുങ്ങുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു പുരോഹിതൻ നടത്തുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗരോഹിത്യത്തെ നമ്മൾ അവിശ്വസിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഗൂഢതന്ത്രമാണ്. കുമ്പസാരത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക. കാരണം നമ്മൾ കുമ്പസാരിക്കാതിരുന്നാൽ നമ്മുടെ പാപത്തിൽ തന്നെ നമ്മൾ മരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകൾ നമ്മൾ ലജ്ജ കൂടാതെ പുരോഹിതൻ്റെ മുമ്പിൽ ഏറ്റുപറയുക. നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത്തിരി നല്ലതെന്ന് തോന്നുന്ന ചില പാപങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുത്താനായിട്ട് മടിക്കുന്ന അനേകം വീഴ്ചകളുണ്ട്. ഇത് നമ്മളുടെ തുറന്നു പറഞ്ഞ് ഉപേക്ഷിച്ച് മോചനം നേടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങൾക്ക് കൂടി നമുക്ക് മോചനം ലഭിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു അനന്യാസിൻ്റെയും സഫീറായുടെയും കാര്യം. ഇതാ, നീ എന്തുകൊണ്ട് എന്നെ വഞ്ചിച്ചു എന്നല്ല പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചത്, നീ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ മറച്ചു വയ്ക്കാതെ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.